ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ജെറാർഡ് മജല്ലയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ജെറാർഡ് മജല്ലയോട് പ്രാർത്ഥിക്കുന്നതിന്റെ 2ാമത്തെ മാസത്തിലാണ് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നു. ഗർഭിണികളായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, പലവിധ രോഗാവസ്ഥയിലൂടെയും മറ്റ് അസ്വസ്ഥതകളുടെയും കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെയും കുട്ടികളെയും സമർപ്പിക്കുന്നു. യുവതിയുവാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യുവതിയുവാക്കളെ ഓർക്കുന്നു. ഈശോയുടെ സന്നിധിയിലേക്ക് വിശുദ്ധ ജെറാർഡിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ പ്രിയനാം ജെറാർഡേ, പ്രാർത്ഥിക്കണേ മറക്കാതെ. യേശുവിൻ പ്രിയനാം ജെറാർഡേ, പ്രാർത്ഥിക്കണേ മറക്കാതെ. വേദനിക്കുന്നവർക്കെന്നും മാധ്യസ്ഥമേകും ജെറാർഡേ, വേദനിക്കുന്നവർക്കെന്നും മാധ്യസ്ഥമേകും ജെറാർഡേ. പ്രിയനാം വിശുദ്ധ ജെറാർഡേ, ശ്വാസമേകണേ, അധ്വാന ഭാരമിളച്ചിടണേ. ആരോഗ്യമേകണേ, ആഹാരമേകണേ. പ്രിയനാം വിശുദ്ധ ജെറാർഡേ, പ്രിയനാം വിശുദ്ധ ജെറാർഡേ. കാലംബമാകണേ, മാതാപിതാക്കളെ ഓർക്കേണമേ. മക്കളെ കാക്കണേ, കാത്തുരക്ഷിക്കണേ. പ്രിയനാം വിശുദ്ധ ജെറാർഡേ, പ്രിയനാം വിശുദ്ധ ജെറാർഡേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ജെറാർഡ് മജല്ലയുടെ സുഹൃതങ്ങൾ പരിഗണിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് തുണയും സങ്കേതവും ദുഷ്ട സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ആമേൻ. വിശുദ്ധ ജെറാർദ് മജല്ലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വരപ്രസാദ പൂർണ്ണനും അത്ഭുത പ്രവർത്തകനും ഗർഭിണികളുടെയും മാതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും വേദനിക്കുന്ന എല്ലാവരുടെയും സ്നേഹിതനും ആശ്വാസകനുമായ വിശുദ്ധ ജെറാർദിന്റെ മധ്യസ്ഥത്തിൽ നമുക്ക് അഭയം തേടാം. കുടുംബങ്ങളുടെ കാവൽക്കാരനും മാതാക്കളുടെയും ശിശുക്കളുടെയും സംരക്ഷകനും രോഗികളുടെ ആശ്രയവും നല്ല കുമ്പസാരത്തിന്റെ മധ്യസ്ഥനുമായ വിശുദ്ധ ജെറാർഡേ, ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. അങ്ങയുടെ മധ്യസ്ഥതയാൽ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. വിശുദ്ധയാർന്ന മാതൃക പിന്തുടർന്ന് അന്ധകാര ശക്തികളെയും തിന്മയുടെ പ്രവണതകളെയും അതിജീവിച്ച് സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവദാനമായ ജീവനെതിരെയുള്ള വെല്ലുവിളികൾക്കെതിരെ പോരാടുവാനും കുടുംബങ്ങളുടെ ഭദ്രത കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കുവാനും ഞങ്ങളുടെ അനുദിന കുടുംബജീവിതം സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും നയിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവമാതാവിന്റെ പ്രത്യേക ഭക്തനും അവളുടെ ദിവ്യസുതൻ പ്രത്യേക വരദാനങ്ങളാൽ അനുഗ്രഹീതനുമാക്കിയ വിശുദ്ധ ജെറാർഡേ, ഞങ്ങൾക്ക് വേണ്ടി നീ ദൈവസന്നിധിയിൽ അനസ്യൂദ്യം മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആധ്യാത്മിക തകർച്ചയും ഭൗതിക ഞെരുക്കങ്ങളും തിന്മയുടെ ബന്ധനങ്ങളും നിറഞ്ഞ് ജീവിതം ദുരിതപൂർണമാകുന്ന വേളയിൽ അങ്ങ് ഞങ്ങളുടെ ശക്തിയേറെ സഹായകനുമാകണമേ. ആമീൻ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ ജെറാർദ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയിലെ മേലധ്യക്ഷന്മാർക്ക് വിജ്ഞാനവും വിശുദ്ധിയും നൽകി തങ്ങളുടെ രാജഗണത്തെ വിശ്വാസത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും നയിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ സഹകരിക്കുവാനുള്ള വിളി സ്വീകരിച്ച ദമ്പതികൾക്ക് ജീവന്റെ മൂല്യവും പൗത്രതയും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും തങ്ങളുടെ മക്കളെ ക്രിസ്തീയ ചൈതന്യത്തിൽ വളർത്തുവാനുമുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്താന സൗഭാഗ്യവും ഗർഭിണികൾക്ക് സുഖപ്രസവവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്ന ഈശോയെ പോലെ അങ്ങ് ദാനമായി നൽകി ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ഉത്സാഹവും സൽസ്വഭാവവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ചീട്ടുകളി, പുകവലി തുടങ്ങിയ എല്ലാ ദുശ്ശീലങ്ങളും അകറ്റി അങ്ങയുടെ സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മാനസാന്തരവും നിരാശിതർക്ക് പ്രത്യാശയും നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും വിശുദ്ധ ജെറാർദിന്റെ മധ്യസ്ഥയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ഓൺലൈനായിട്ട് ലഭിച്ചിരിക്കുന്ന നിയോഗങ്ങളെ ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. എൻ്റെ പേര് ജിൻഡോ, ജീവിത പങ്കാളിയുടെ പേര് ജോസ്മി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യ 4 പ്രാവശ്യം ഗർഭിണിയാവുകയും 1 പ്രാവശ്യം അബോർഷനായി പോവുകയും ചെയ്തു. 3 പ്രാവശ്യം ട്യൂബിലാവുകയും ചെയ്തു. എൻ്റെ ജീവിത പങ്കാളിക്ക് ഇപ്പോൾ 40 വയസ്സാണ്. ദൈവകൃപയാൽ എൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ 7 മാസം ഗർഭിണിയാണ്. പ്രായത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ഡോക്ടർ പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവുമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വിശുദ്ധ ജെറാർദിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരിയുടെ പേര് ജീന, ജീവിത പങ്കാളിയുടെ പേര് സ്മിതേഷ്. അവരുടെ മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 9 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് അവൾ 3 പ്രാവശ്യം ഗർഭിണിയാവുകയും അത് 3ഉം അബോർട്ടായി പോവുകയും ചെയ്തു. ഇപ്പോൾ അവൾ 2 മാസം ഗർഭിണിയാണ്. സ്കാനിങ് ചെയ്തപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്കാനിങ്ങിന് പറഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ പ്രത്യേകമായിട്ടും വിശുദ്ധ ജെറാർദിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കൃതജ്ഞതാ സമർപ്പണം. കർത്താവായ ദൈവമേ, വിശുദ്ധ ജെറാർദിലൂടെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും
അനുകരണീയ മാതൃക നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ ജെറാർഡിന്റെ മധ്യസ്ഥ വഴി സന്താന സൗഭാഗ്യവും സുഖപ്രസവവും രോഗശാന്തിയും ലഭിച്ച എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല കുമ്പസാരം വഴി ദൈവത്തോടും സഹോദരങ്ങളോടും ഐക്യപ്പെടുവാനും ദിവ്യബലി അർപ്പണത്തിൽ തങ്ങളുടെ ജീവിതവും ബലിയർപ്പിക്കുന്നതിനും അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, വിശുദ്ധ ജെറാർഡ് വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ വിശുദ്ധ ജെറാർഡിന്റെ മധ്യസ്ഥതയിൽ ഈശോ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒത്തിരി കൃതജ്ഞതകളുണ്ട്. ആ കൃതജ്ഞതകളിൽ ഒരെണ്ണം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. എൻ്റെ പേര് ജിജി, ജീവിത പങ്കാളി ബിനിൽ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റുകൾ ചെയ്തു. പല സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ 2024 തിരുവനന്തപുരത്തേക്ക് മാറുകയും ചെയ്തു. കരവാളൂർത്തെ അച്ഛന്മാരെ പരിചയമുണ്ടായതിനാൽ ഞങ്ങൾ അവിടെ വരികയും അവിടെ വെച്ച് വിശുദ്ധ ജെറാർഡ് മജല്ലയുടെ പ്രാർത്ഥന അച്ഛൻ തരികയും ചെയ്തു. 2025 ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ ചികിത്സയും ആരംഭിച്ചു. അങ്ങനെ 2025 ജൂലൈയിൽ ഞാൻ പ്രഗ്നന്റ് ആയി. പക്ഷേ ഗർഭാവസ്ഥയിലുടനീളം ഒരുപാട് കോംപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും വിശുദ്ധനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2026 മാർച്ച് 27 ദൈവം ഒരു പെൺകുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വിശുദ്ധ ജെറാർഡ് മജല്ലയുടെ മധ്യസ്ഥ ലഭിച്ച ഈ അനുഗ്രഹത്തിന് വിശുദ്ധ ജെറാർഡിനും ഈശോയ്ക്കും പ്രത്യേകമായിട്ടും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. നമുക്കിപ്പോൾ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാരോടും ചേർന്ന് വിശുദ്ധ ജെറാർഡിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. അത്ഭുത പ്രവർത്തകനും ദൈവത്തിന് മുൻപിൽ ശക്തിയുള്ള മധ്യസ്ഥനുമായ വിശുദ്ധ ജെറാർഡേ, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ ഞങ്ങൾക്കായി അങ്ങ് വാങ്ങിത്തരണമേ. ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുവാൻ സദാ തൽപരനായിരിക്കുന്ന വിശുദ്ധ ജെറാർഡേ, ദൈവഹിതത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ജീവന്റെ ഉറവിടവും സകല സൃഷ്ടികളുടെ പിതാവുമായ ദൈവമേ, അവിടുത്തെ പിതൃത്വത്തിൽ പങ്കുപറ്റുന്ന മക്കളെ ഉദരത്തിൽ സംഭവിക്കുവാനും ജനിപ്പിക്കുവാനും അവരെ ദൈവത്തിൻ്റെതായി വളർത്തിക്കൊണ്ടുവരുവാനും മക്കളില്ലാതെ വേദനിക്കുന്ന കുടുംബിനികളെ അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ ജെറാർഡിന്റെ മധ്യസ്ഥം വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവന്റെ ദാതാവായ ദൈവമേ, അങ്ങവരെ മാതൃത്വത്തിന്റെ സന്തോഷത്തിലേക്കും മാധുര്യമയിലേക്കും ആനയിക്കണമേ. ഗർഭിണികളായ സഹോദരിമാരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആത്മാവും ശരീരവും അങ്ങയുടെ തിരുക്കുമാരന് യോഗ്യമായ വാസസ്ഥലമായി അങ്ങ് തീർത്തുവല്ലോ. അങ്ങേ അരൂപി അയച്ച് സ്നാപയോഹനാനെ എലീശയുടെ ഉദരത്തിൽ വെച്ച് പൗത്രീകരിച്ച ദൈവമേ, വിശുദ്ധ ജെറാർഡിന്റെ മധ്യസ്ഥം യാചിച്ച് അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഗർഭിണികളായ സഹോദരിമാരെ തൃക്കൺ പാർക്കണമേ. അവരെയും അവർ ഉദരത്തിൽ സംഭവിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. അവരെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ. അവർക്ക് അങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെ അങ്ങയുടെ മക്കളായി വളർത്തിക്കൊണ്ടുവരുവാൻ വരമരുളണമേ. രോഗികളായ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദിവ്യരക്ഷകനെ പോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന വിശുദ്ധ ജെറാർഡേ, എത്രയോ കുഞ്ഞുങ്ങളെ രോഗങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും അവിടുന്ന് കാത്തു പരിപാലിച്ചു. ദുഃഖത്തിൽ ആണ്ടുകഴിയുന്ന ഞങ്ങളുടെ നേരെ അവിടുത്തെ കരുണാകടാക്ഷം തിരിക്കണമേ. ദൈവത്തിന് ഇഷ്ടമെങ്കിൽ അവിടുത്തെ മാധ്യസ്ഥം രോഗികളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്തണമേ. ഇവരെ ഉത്തമ ക്രൈസ്തവരായി വളർത്തിക്കൊണ്ടുവരാമെന്ന് അങ്ങേക്ക് ഞങ്ങൾ ഉറപ്പു തരുന്നു. ദുഃഖിതർക്ക് ആശ്വാസമേകുന്ന വിശുദ്ധ ജെറാർഡേ, ദൈവമാതാവിനാലും ദിവ്യശിശുവിനാലും പരിസേവിതമായിരിക്കുന്ന അവിടുത്തെ ബാല്യത്തെ അനുസ്മരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കളോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അവരെ ദാമ്പത്യത്തിലേക്ക് നയിക്കുകയും മാതാപിതാക്കന്മാരായി ഉയർത്തുകയും ചെയ്ത അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദാമ്പത്യ ജീവിതത്തിലുള്ള അഭിലാഷവും പ്രേരണയും നൽകി അനുഗ്രഹിച്ച അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ തിരഹിതമനുസരിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ തൃക്കൺ പാർക്കണമേ. മനുഷ്യ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളും പ്രതീക്ഷകളും നന്മയും നന്നായി അറിയുന്ന കർത്താവേ,
വിവാഹിതരാകാൻ ആഗ്രഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ അണയുന്ന ദാസർക്ക് ഏറ്റവും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് നൽകണമേ. ദൈവമേ, അനുയോജ്യനായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സഫലമാക്കണമേ. തോബിയാസിനെയും സാറായെയും അത്ഭുതകരമായി തിരഞ്ഞെടുത്ത് അവരെ സൗഭാഗ്യകരമായ ദാമ്പത്യത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, അനാദി മുതലേ അങ്ങ് തിരഞ്ഞെടുത്തിട്ടുള്ള ജീവിത പങ്കാളിയെ ഈ ദാസർക്ക് കാണിച്ചു കൊടുക്കണമേ. അങ്ങനെ വിവാഹം യഥാകാലം മംഗളമായി നടക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കുടുംബങ്ങളുടെ മധ്യസ്ഥനായ ജെറാർഡ് മജല്ലെ വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കുടുംബം മുഴുവന്റെയും പ്രത്യേക സഹായകനായ വിശുദ്ധ ജെറാർദിന മധ്യസ്ഥം നിങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിലും വിശ്വസ്തതയിലും ഉറപ്പിച്ചു നിർത്തട്ടെ. എല്ലാ മാതാപിതാക്കളെയും ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. സ്നാപക യോഹന്നാനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിച്ച ദൈവം ഗർഭസ്ഥ ശിശുക്കളെ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഗർഭിണികളെ ആകുലതയിൽ നിന്നും ഭയത്തിൽ നിന്നും വിമുക്തമാക്കുകയും സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കടബാധിതയും ദാരിദ്ര്യവും രോഗവും അകറ്റി നിങ്ങളുടെ കുടുംബങ്ങളെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും അവിടുന്ന് നിലനിർത്തട്ടെ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. തെളിയും പൊൻദീപമാൻ വാണിടും ജെറാർഡ് പുണ്യവാനേ, പാപികൾ ഞങ്ങൾക്ക് അത്താണിയാൻ പാവനരൂപാവിളങ്ങിയാലും. ഇരുളിൽ തെളിയും പൊൻദീപമാൻ വാണിടും ജെറാർഡ് പുണ്യവാനേ, പാപികൾ ഞങ്ങൾക്ക് അത്താണിയാൻ പാവനരൂപാവിളങ്ങിയാലും. ക്രൈസ്തവ കുടുംബത്തിൻ നീതിരിയാ വിശ്വാസദീപം പകർന്നു നൽകി സന്താന സൗഭാഗ്യമധ്യസ്ഥനായി ഈശോദൻ കൈകളിൽ അർപ്പിച്ചു നീ. ഇരുളിൽ തെളിയും പൊൻദീപമാൻ വാണിടും ജെറാർഡ് പുണ്യവാനേ, പാപികൾ ഞങ്ങൾക്ക് അത്താണിയാൻ പാവനരൂപാവിളങ്ങിയാലും. ശിശുക്കൾ തൻ സർവ സംരക്ഷകനായി നിഷ്കളങ്കതയുടെ പ്രതിരൂപമായി പ്രതിസന്ധികളിൽ തുണയായി ഉണ്ണീതൻ കൈകളിൽ അർപ്പിച്ചു നീ. ഇരുളിൽ തെളിയും പൊൻദീപമാൻ വാണിടും ജെറാർഡ് പുണ്യവാനേ, പാപികൾ ഞങ്ങൾക്ക് അത്താണിയാൻ പാവനരൂപാവിളങ്ങിയാലും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ,
ക്രൂശിതനായ അങ്ങയുടെ തിരുക്കുമാരനെ യൗവനത്തിൽ തന്നെ അനുകരിക്കുവാനും ഭൗതിക വസ്തുക്കളിൽ ആശ്രയം തേടാതെ അങ്ങിൽ ശരണം വയ്ക്കുവാനും ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിറഞ്ഞു ജ്വലിക്കുവാനും വിശുദ്ധ ജെറാർദിനെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. ആ വിശുദ്ധനെ വണങ്ങുകയും അദ്ദേഹത്തിന് മാധ്യസ്ഥം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ കുരിശിനെ സ്നേഹിക്കുന്നവരും ജീവിതത്തിലെന്നും അങ്ങയുടെ ഹിതം അനുവർത്തിക്കുന്നവരുമായി തീരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.